റോമൻ കത്തോലിക്ക സന്യാസിനിയും ആത്മീയ ദർശകയുമായിരുന്ന മർഗരീത്ത മറിയം അലക്കോക്ക് ജനിച്ചത് 1647 ജൂലൈ 22-നാണ്. കുഞ്ഞിലേ മുതൽ വിശുദ്ധ കുർബാനയോട് അതീവ സ്നേഹം പ്രകടിപ്പിച്ച മർഗരീത്ത കളികൾക്ക് പകരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 9-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ ശേഷം കഠിനമായ തപക്രിയകൾക്ക് ശരീരത്തെ വിധേയപ്പെടുത്തിയിരുന്നു. വാതപ്പനി എന്ന അസുഖത്തെ തുടർന്ന് 4 വർഷത്തോളം മർഗരീത്ത കിടപ്പിലായിരുന്നു. അതിനൊടുവിൽ ആത്മീയ ജീവിതത്തിന് സ്വയം സമർപ്പിക്കാമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മറിയത്തിന് പെട്ടെന്ന് സമ്പൂർണ്ണ രോഗശാന്തി ലഭിക്കുകയായിരുന്നു. മർഗരീത്തയ്ക്ക് ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ നിരന്തരം ലഭിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അത് എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള അനുഭവമാണെന്ന് കരുതിയ മർഗരീത്ത തൻ്റെ തപോജീവിത നിഷ്ഠകൾ തുടർന്നു പോന്നിരുന്നു. എന്നാൽ കുരിശിൽ ജീവനോടെ കിടക്കുന്ന വിധത്തിൽ യേശുവിനെ കണ്ടതോടെ തൻ്റെ വഴികൾ സന്യാസപാതയിലാണെന്ന് മർഗരീത്ത ഉറപ്പിച്ചു. ഒരു സന്യാസിനിയായി ജീവിതം ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ മർഗരീത്ത മറിയം ശ്രമിച്ചുകൊണ്ടിരുന്നു. മർഗരീത്തയുടെ ദൈവവിളി പരിശോധിക്കാനായി അധികാരികൾ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. 1671 മറിയം സഭാവസ്ത്രം സ്വീകരിച്ചത്. എന്നാൽ വ്രതവാഗ്ദാനം ചെയ്യാനുള്ള അനുമതി നൽകിയില്ല. പിന്നീട് 1.5 വർഷം കൂടി കഴിഞ്ഞാണ് മർഗരീത്തയെ സഭാപ്രവേശനം നടത്താൻ അനുമതി നൽകിയത്. അങ്ങനെ മർഗരീത്ത എന്ന പേര് മർഗരീത്ത മറിയം എന്നാക്കി മാറ്റി. സന്യാസിനിയായ ജീവിതം തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ നിരവധി ദർശനങ്ങൾ മർഗരീത്തയ്ക്ക് അനുഭവപ്പെട്ടു. 1673 ഡിസംബർ മാസം 27 അവസാനത്തേത് 18 മാസം കഴിഞ്ഞതും ആയിരുന്നു. തിരുഹൃദയ ഭക്തി എന്ന ഉപാസന രീതിയിലൂടെ മുഖ്യ ഘടകങ്ങൾ ഈ വെളിപാടുകളിൽ നിന്നും വെളിപ്പെട്ട് മറിയത്തിന് കിട്ടി. മാസാദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണം, തിരുമണിക്കൂർ ആരാധന, തിരുഹൃദയ തിരുനാൾ എന്നിവയായിരുന്നു ആ ഘടകങ്ങളിൽ മുഖ്യമായവ. കുരിശുമരണത്തിന് തലേന്ന് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് അനുഭവിച്ച മനോവിഷമത്തെക്കുറിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും 1 മണിക്കൂർ ധ്യാനിക്കാൻ ക്രിസ്തു തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി മർഗരീത്തയ്ക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദർശനമായിരുന്നു മർഗരീത്തയ്ക്ക് വെളിപ്പെട്ട ദർശനങ്ങളിൽ സവിശേഷമായത്. സ്നേഹജ്വാലയാൽ ചുറ്റപ്പെട്ട ഈശോയുടെ തിരുഹൃദയം മർഗരീത്തയ്ക്ക് വെളിവായത് മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാനാണ്. മറ്റുള്ളവർ മർഗരീത്തയുടെ ദർശനങ്ങളെ ആദ്യമൊന്നും അംഗീകരിച്ചിരുന്നില്ല. ദർശനങ്ങളുടെ ലോകത്ത് ജീവിച്ച മർഗരീത്തയ്ക്ക് പ്രായോഗിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുക ബുദ്ധിമുട്ടായി. മഠത്തിൽ രോഗികളെ നോക്കുന്നതിനും അടുക്കളപ്പണിക്കും അവരെ നിയോഗിച്ചെങ്കിലും ഏറെക്കാലം ഒന്നും ഈ ജോലികളിൽ തുടരാൻ മർഗരീത്തയ്ക്ക് സാധിച്ചില്ല. എടുക്കുന്നതെല്ലാം അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. കുറച്ചെങ്കിലും വിജയിച്ചത് കുട്ടികളെ നോക്കുന്ന ചുമതലയായിരുന്നു. കുട്ടികൾ അവരെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധയായി കരുതുകയും സ്നേഹിക്കുകയും മർഗരീത്തയുടെ വസ്ത്രത്തിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അധികാരികൾ പിന്നീട് മറിയത്തെ അവരുടെ സ്വർഗത്തിൽ ജീവിക്കാൻ വിടുകയായിരുന്നു. മഠത്തിലെ അന്നത്തെ കുമ്പസാരക്കാരനായിരുന്ന വിശുദ്ധ ക്ലാഡ് ഡി ല കൊളംബിയൻ മർഗരീത്തയുടെ ദർശനങ്ങളെ വിശ്വസിച്ചിരുന്നു. സന്യാസ സമൂഹത്തിൽ തിരുഹൃദയ ഭക്തി വളർത്താൻ മർഗരീത്ത മുൻകൈയെടുത്തു. പിന്നീട് തിരുഹൃദയ ഭക്തിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് ഒരു പ്രാർത്ഥനാ മന്ദിരവും മഠത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വിഷമതകൾ സഹിക്കാനുള്ള ആഗ്രഹം തനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് മർഗരീത്ത പറഞ്ഞിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിന് വേണ്ടിയുള്ള ദാഹവും ദൈവത്തെ പ്രതി സഹനവും അപമാനവും ഒന്നുമില്ലാതാകലും അനുഭവിക്കാനുള്ള ദാഹവും മറിയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ ദർശനങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നതിനൊന്നും മർഗരീത്ത വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. 43-ാം വയസ്സിൽ മദർ സുപ്പീരിയറുടെ സഹായി എന്ന നിലയിൽ 2ാം വട്ടവും സേവനം ചെയ്തു വരുന്നതിനിടെ മർഗരീത്ത രോഗബാധിതയായി. മരണത്തോട് അടുത്തുകൊണ്ടിരുന്ന മറിയം അന്ത്യകൂദാശകൾ സ്വീകരിച്ചു. മർഗരീത്ത പ്രതിനിധാനം ചെയ്ത ഭക്തിമാർഗത്തെ സംബന്ധിച്ച തർക്കങ്ങൾ മരണശേഷവും തുടർന്നു. 70ഓളം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവയ്ക്ക് കത്തോലിക്ക സഭയുടെ അംഗീകാരം ലഭിച്ചത്. 1824 ലിയോ 12 മാർപ്പാപ്പയാണ് മർഗരീത്തയെ വിശുദ്ധയാക്കുന്നതിനുള്ള ആദ്യത്തെ അംഗീകാരം നൽകിയത്. 9-ാം പിയൂസ് പാപ്പ വാഴ്ത്തപ്പെട്ടവളായി 1864 പ്രഖ്യാപിച്ചു. 1920 15-ാം ബെനഡിക്ട് പാപ്പ മർഗരീത്ത മറിയം അലക്കോക്കിനെ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി. വിശുദ്ധ മാർഗരീത്ത മറിയമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.